എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഓൾറെഡി ഒരു ലോട്ടസ് വരയ്ക്കാൻ പഠിച്ചതാണ്. എന്നാലും നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോട്ടസ് പഠിച്ചാലോ? ഇതിന്റെ ബേസിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ലോട്ടസിന്റെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇതുപോലെ ഒരു ക്രോസ് വരയ്ക്കുക. അതിന്റെ 4 പോയിന്റ്സും കണക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ടിയർ ഡ്രോപ്പിന്റെ ഷേപ്പ് ആക്കി എടുക്കുക. ഈ ലോട്ടസിന്റെ പെറ്റൽസ് ഇല്ലേ, അത് നമ്മൾ വരക്കാൻ പോകുന്നത് ബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ബേസിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ ഒരു ബോർഡർ വരച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ ബോർഡറിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് മേളിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആ ലൈനിന്റെ ടിപ്പിന് താഴോട്ടേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഏകദേശം ഒരു വള്ളത്തിന്റെ ഷേപ്പ് ഒക്കെ അടുത്ത പറ്റില വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചതിന്റെ കുറച്ച് ചെറുത് വരച്ചു കൊടുക്കണേ. അല്ല, ഗ്യാപ്പ് ഇടാനും മറക്കണ്ട. ഇതുപോലെ തന്നെ ബേസിന്റെ രണ്ട് സൈഡിലേക്കും ഓരോ വലുത് ഓരോ ചെറുത് അങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഒരു ലോട്ടസിന്റെ ഷേപ്പ് ഒക്കെ കിട്ടി. പക്ഷെ ഇതല്ല ഇതിന്റെ മെയിൻ. നമ്മൾ ഫസ്റ്റ് വരച്ച ബേസിന്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ലേ, അവിടെ നല്ല വൃത്തിക്ക് ഒരു ഡയമണ്ടിന്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കും. ലോട്ടസിന്റെ ബേസിന്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഡയമണ്ടിന്റെ ഷേപ്പ് വരയ്ക്കണേ. എന്നിട്ട് ഈ ഡയമണ്ടിന്റെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ രണ്ട് കേർഡ് ലൈൻസ് വരച്ചു കൊടുത്ത് അങ്ങ് കണക്ട് ചെയ്യാം. നമ്മൾ വരയ്ക്കുന്ന എല്ലാ എലമെന്റ്സിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു ഗ്യാപ്പ് അത് നിർബന്ധം. എന്നിട്ട് എന്താ, നമ്മൾ വരച്ച ഈ ബോർഡേഴ്സിന്റെ ഉള്ളിൽ കൂടെ ഹെന്നാക്കോണിൽ നല്ലോണം പ്രഷർ അപ്ലൈ ചെയ്ത് അങ്ങ് ഫില്ലാക്കാം. ഞാനിത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നോടെ പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലുള്ള ഫില്ലിങ്സ് ചെയ്യുമ്പോൾ നല്ലോണം ഹെന്നാക്കോണിൽ പ്രഷർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ ഹെന്ന കയ്യിൽ അപ്ലൈ ആക്കുമ്പോൾ അത് അറിയാറില്ല, പക്ഷെ സ്റ്റെയിൻ വരുമ്പോ അത് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫില്ലിങ്സ് ചെയ്യുമ്പോൾ കോണിൽ പ്രഷർ ഒരേപോലെ അപ്ലൈ ആക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ലോട്ടസ് എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.